ആലപ്പുഴ ജില്ലയിൽ റീപോളിംഗ് നടക്കുന്ന ഏക ബൂത്താണ് മാരാരിക്കുളം പഞ്ചായത്തിലെ 18-ാം വാർഡിലെ 2-ാം ബൂത്ത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന വാർഡിൽ ഒരിക്കൽ കൂടി വോട്ടർമാരെ ബൂത്തിലേക്ക് എത്തിക്കാനുള്ള അവരവരുടെ വോട്ട് ഉറപ്പിക്കാനുമുള്ള അവസാനവട്ട പരിശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണി പ്രവർത്തകരും. ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആലപ്പുഴ ജില്ലയിലെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പഞ്ചായത്തുകളിലൊന്നാണ് മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത്. ഇവിടുത്തെ 18-ാം വാർഡിലെ 2-ാം ബൂത്തിലാണ് ജില്ലയിലാകെ റീപോളിംഗ് നടക്കുന്നത്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് റീപോളിംഗ്. എന്തായാലും വീണ്ടും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വീണ്ടും പ്രചരണത്തിന് ഇറങ്ങേണ്ട ഒരു സാഹചര്യം. ഓരോ വീടുകളും കയറി അവർ നേരത്തെ ഉറപ്പിച്ച വോട്ട് തന്നെ ഒന്നുകൂടെ ഉറപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. എന്തായാലും അത് ഒരു തരത്തിൽ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വീണ്ടും ഒരു അവസരം കൂടിയാണ്. ആരെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അവരെ വീണ്ടും കണ്ട് അവരുടെ വോട്ട് സ്വന്തമാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇപ്പോൾ വീണ്ടും ഒരു പോളിംഗ് നടക്കുകയാണ്. ആദ്യം എല്ലാവരെയും കണ്ട് നമ്മൾ വോട്ട് ഉറപ്പിച്ചതാണ്. വീണ്ടും ഒരു പോളിംഗ് നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ പ്രചരണം വീണ്ടും നടത്തേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. എങ്ങനെയുണ്ട് വീണ്ടും വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു അനുകൂലമാണോ ഈ ഒരു സാഹചര്യം? എന്താണ്? ശരിക്കും നല്ല സപ്പോർട്ട് തന്നെയാണ്. ജനങ്ങൾ കാണാത്ത ഒരുപാട് പേരെ നമുക്ക് പിന്നെയും കാണാൻ പറ്റി. അതുകൊണ്ട് നല്ലൊരു സപ്പോർട്ടിങ്ങാണ് ഇപ്പോൾ നമുക്ക് വാർഡിൽ ഇറങ്ങിയിട്ട് കിട്ടിയേക്കുന്നത്. 2ാമത് റീപോളിംഗ്. ഇപ്പോൾ ഈ വാർഡ് LDFന് സ്വാധീനം, കഴിഞ്ഞ പ്രാവശ്യം LDF ജയിച്ച ഒരു വാർഡ് കൂടിയാണ്. അവിടുത്തെ പോരായ്മകൾ കഴിഞ്ഞ 5 വർഷക്കാലത്തെ അവരുടെ പ്രവർത്തനത്തിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയാണോ? എന്തൊക്കെയാണ് നമ്മൾ ഈ പ്രചരണത്തിന് വോട്ടർമാരുടെ മുമ്പിൽ വെക്കുന്നത്? ശരിക്കും അവരുടെ പോരായ്മ നമ്മൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ വിജയസാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു ഇതായിരുന്നു 18-ാം വാർഡ്. അപ്പോൾ നമ്മൾ ജയിക്കുമെന്നത് ഉറപ്പായതിനു ശേഷമാണ് അവരിങ്ങനെ ഒരു റീപോളിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അത്തരത്തിലുള്ള അപ്പം ഈ കിട്ടിയ ഒരു അവസരം അവർ വേറെ ഏതെങ്കിലും രീതിയിൽ സർക്കാരിൻ്റെ തലങ്ങളെല്ലാ ശ്രദ്ധയും അവർക്ക് ഇവിടെ ചെലുത്താൻ പറ്റും. അത്തരം സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നുണ്ടോ? ശ്രമിക്കുന്നുണ്ടായിരിക്കും. നമുക്കത് ഉണ്ട്, ശരിക്കും ഉണ്ടായിരിക്കും. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അത് ഉണ്ടാവും. നമ്മൾ വോട്ടർമാർക്ക് മുമ്പിൽ വെക്കുന്നത് ജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ്, ഏത് രീതിയിലാണ് സമീപിക്കുന്നത്? ശരിക്കും നല്ലൊരു വികസനം കാഴ്ചവെക്കുന്നത് ഞങ്ങൾ. കാരണം വെച്ചാൽ എല്ലായിടത്തും ഞങ്ങൾ ഓടിയെത്തും. ജയിച്ചു കഴിഞ്ഞാലും ജയിച്ചില്ലെങ്കിൽ പോലും എല്ലായിടത്തും നമ്മൾ സപ്പോർട്ട് ഉണ്ടാകും വാർഡിൽ. ഇപ്പോൾ ഈ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നിങ്ങൾ എത്രത്തോളം വീണ്ടും പ്രചരണത്തിന് ഇറങ്ങുവാണ്? അപ്പോഴത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയാണ്? ആൾക്കാരുടെ സമീപനം എങ്ങനെയാണ്? വീണ്ടും നേരത്തെ ചെയ്തതുപോലെ ഒരു ദിവസം കൂടെ മെനക്കെട്ട് വരാൻ വോട്ടർമാർ തയ്യാറാവൂ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, വോട്ടർമാരുടെ ഇടയിൽ CPMൻ്റെ ഈ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പ്രവൃത്തിയോട് ഭയങ്കര അധികം വിരോധമുണ്ട്, പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം 100% BJPക്ക് അനുകൂലമാകും. അത് സീമക്കും ബ്ലോക്ക് മത്സരിക്കുന്ന എനിക്കും ജില്ലാ പഞ്ചായത്ത് മത്സരിക്കുന്ന പ്രതിഭയ്ക്കും പ്രയോജനം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ 100% സംശയമില്ലാത്ത കാര്യമാണ്. ഇവിടെ ഇവരുടെ പ്രചരണ സമയങ്ങളിലെല്ലാം രാഷ്ട്രീയമായി ഇപ്പം സർക്കാരിൻ്റെ സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള അത്തരം നീക്കങ്ങളൊക്കെ ഇവിടെ നടന്നിരുന്നോ? അതിൻ്റെ ശ്രമങ്ങൾ ഇപ്പോഴും ഈ വാർഡിനകത്ത് നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മത്സ്യബെഡിൻ്റെ ആൾക്കാർ, അതുപോലുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഈ വാർഡിൽ നിറഞ്ഞു നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പരാജയ ഭീതി ഉള്ളത് കൊണ്ട് മാത്രമാണ് അവരൊക്കെ വന്ന് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ വാർഡിലെ അടിസ്ഥാന പ്രശ്നങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഈ 18-ാം വാർഡിൽ ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളുണ്ട്. അവർ നമ്മുടെ ഈ ലോക്ക്ഡൗൺ പ്രമാണിച്ചിട്ട് ഞങ്ങളുടെ കഴിഞ്ഞ മെമ്പറായ ശിവക്കോട്ടൻ ഇതുവരെ നമ്മുടെ ഒരു വീടുകളിൽ തിരക്കില്ല. എൻ്റെ വീട്ടിൽ പോലും, എനിക്കൊരു വീട് പോലും ഇല്ലാത്ത, ഇന്ന് വരെ നമ്മുടെ വീട്ടിലോട്ട് എന്താണോ ഒന്നും തിരക്കാൻ പോലും വന്നിട്ടില്ല. എൻ്റെ കൂടെ നിന്ന് ഭാരതീയ ജനതാ പാർട്ടി BJPയിലെ പിള്ളേരാണ് എന്നെ സഹായിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അവരൊപ്പം നിന്നേ പറ്റത്തുള്ളൂ. എന്തായാലും ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് പഞ്ചായത്തിൻ്റെ അവരുടെ പദ്ധതികൾ നൽകുന്നതിൽ, ആനുകൂല്യങ്ങൾ നൽകുന്നതിലുള്ള ഒരു പക്ഷപാതിത്വം, അത്തരത്തിന് അത് നേരിട്ട ഒരാൾ കൂടിയാണ് NDAയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നതും. അപ്പോൾ അവർ വീണ്ടും വോട്ടർമാരെ കാണുകയാണ്, വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. നാളെ രാവിലെ 7 മുതലാണ് പോളിംഗ് ആരംഭിക്കുന്നത്. മറ്റ് വാർഡുകളിലെയും മറ്റും വോട്ടെണ്ണലിനൊപ്പം തന്നെ 16-ാം തീയതി തന്നെ ഇവിടുത്തെ വോട്ടെണ്ണലും നടക്കും. അപ്പോൾ അവർ അവസാനവട്ട വോട്ടുറപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുമായി ഇപ്പോഴും പ്രവർത്തനത്തിലാണ്. ഈ മേഖലയിൽ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്.